ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ കേട്ടില്ലേടാ രേവതി മോള് പറഞ്ഞത്, നീ ആ കുടുംബത്തെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. ശ്രുതിയും ചന്ദ്രമതിയും ചിരിക്കുക കേട്ടോ. അന്നേരവും അവനെ നീ എന്തിനാ തല്ലിയതെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ നീ മറുപടി തന്നില്ല. വീണ്ടും ചെന്ന് നീ അവനെ തല്ലിയല്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛൻ നീ കൂടുതലൊന്നും എൻ്റെ മുന്നിൽ നിന്ന് പറയണ്ടെന്ന് പറഞ്ഞ രവിയേട്ടൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക. ഇതിലും കൂടുതലായിട്ട് നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് നീ നിൻ്റെ ഇഷ്ടം പോലെ നടക്കാനും പറഞ്ഞ് എൻ്റെ കൺമുന്നിൽ ഇനി നീ വന്നു പോയേക്കരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെടുക. അച്ഛാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ മാറി നിൽക്കണം അങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു രവിയേട്ടൻ. അങ്ങനെ തള്ളിയേച്ച് രവിയേട്ടൻ അങ്ങ് പോയി. സച്ചി ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുവാണ്. ഇതൊക്കെ കണ്ട് സന്തോഷത്തിൽ കൈയടിക്കാനുള്ള അവസരം കിട്ടാത്തതിൻ്റെ ദുഃഖത്തിൽ നിൽക്കുകയാണ് ചന്ദ്രമതിയും മൂത്ത മരുമകളും. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയായിട്ട്. രേവതി അടുക്കളയിൽ പോയി നിന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നമ്മുടെ സച്ചി അടുക്കളയിലേക്ക് വന്ന് രേവതിയോട്, നീ എന്തിനാ നിൻ്റെ വീട്ടിൽ നടന്ന കാര്യമെല്ലാം ഒന്ന് അച്ഛനോട് പറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അച്ഛനോട് എൻ്റെ വിഷമം പറഞ്ഞതാണെന്നും ഇനിയും പറയുമെന്ന് നമ്മുടെ രേവതി ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് പറയാനുള്ളത് ഞാനും പറയട്ടെ, ഞാനത് പറഞ്ഞാലുണ്ടല്ലോ ഒന്ന് സച്ചി പറയാ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ പറയാൻ പറഞ്ഞു രേവതി സച്ചിയോട്. പറഞ്ഞാൽ നിനക്കത് താങ്ങാനാവില്ല രേവതി എന്ന് സച്ചി മനസ്സിൽ പറയുക. അപ്പം നിങ്ങളെന്താ പറയാത്തത് എന്ന് രേവതി ചോദിക്കുമ്പോൾ, ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ, നിങ്ങളെല്ലാവരും നല്ലവർ അല്ല, ഞാൻ മാത്രം കെട്ടവൻ, ഈ വീട്ടിലുള്ള എല്ലാവരും നല്ലവരല്ലേ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സച്ചി അവിടെ നിന്ന് പോയപ്പോഴും രേവതി അവിടെ നിന്ന് കരച്ചിലോ. അവിടെ ഇരുന്നൊരു പാത്രമൊക്കെ എടുത്ത് എറിഞ്ഞ് ഭയങ്കര ഒച്ചവെപ്പീരും കരച്ചിലും. സച്ചി അന്നേരം സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോഴാണ് ഈ പാത്രം എടുത്ത് രേവതി വലിച്ചെറിയുന്നത്. അപ്പോൾ സച്ചി തിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രമതി അപ്പുറ സൈഡിൽ വന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള സന്തോഷത്തിൽ നിൽക്കുവാണ്. അയ്യോ എന്താ സന്തോഷം രണ്ടുപേരുടെ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ചന്ദ്രമ നിൽക്കാം. ഇനി ആ പൂക്കട അവിടെ നിന്ന് എടുത്തു മാറ്റണം, അതിനെന്താ ഒരു വഴി എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അവർ തമ്മിൽ രണ്ട് വഴിക്കായി എന്നുള്ളൊരിത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടിയാണ് റൂമിൽ ഇങ്ങനെ ഇരിക്കുക. വർഷ നേരത്തെ കയറി കിടന്നു. ഇന്നെന്താ നേരത്തെ കയറി കിടന്നതെന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചപ്പോൾ, ഞാൻ ഭയങ്കര ടയേർഡാ, കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസമായാലും വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പം, എന്തിനാ നീ ഇങ്ങനെ വർക്ക് ചെയ്യുന്നേ, കുറച്ച് ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നീ ലീവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ചാടി എഴുന്നേറ്റിട്ട് അമ്മ കൊണ്ടേ കൊടുത്ത ആ ഒരു പേപ്പർ, അതായത് ആ ഒരു ടിക്കറ്റ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. നമ്മൾ രണ്ടുപേരും സൈക്കിളിൽ പോകുന്ന അച്ഛനും അമ്മയും കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവർക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തു എന്നൊക്കെ പറയുമ്പം, കാറിൽ പോകേണ്ട മകള് സൈക്കിളിൽ പോകുന്നു, കഷ്ടപ്പാട് തന്നെയല്ലേ, ഞാൻ നിന്നെ നന്നായി നോക്കുന്നില്ലെന്ന് കരുതി കാണും, അതാ നിന്നെ കാണാൻ സ്റ്റുഡിയോയിൽ വന്നതെന്നൊക്കെ പറയുവാണ് ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് വെറുതെ ഓരോ നോക്കിക്കാൻ നിൽക്കണ്ട, അവർ നമ്മളെ കണ്ടതുകൊണ്ട് ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് വർഷ പറയുക. അമ്മ എന്നെ കാണാൻ വന്നതേ ഈ കൂപ്പൺ തരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. കൂപ്പണോ, ഇതെന്ത് കൂപ്പണാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അച്ഛന് ഹോളിഡേ ഇതായിട്ടൊരു ട്രിപ്പ് പോവാറുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നു. അതിന് പോകണമെന്നും പറയുന്നു. അത് കേട്ടപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ ഞാൻ വരുന്നില്ല, എനിക്ക് ജോലിയുണ്ട് വർഷയെന്ന് ശ്രീകാന്ത് പറയുക. അപ്പം ശ്രീകാന്തേ നീ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു വർഷ. ഒരു 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ ലീവ് ചോദിക്കുക, ലീവ് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് റെസ്റ്റോറൻ്റ് ഒന്നും നല്ല രീതിയിൽ പോകുന്നത്, എന്നെ വിശ്വസിച്ച ഓണർ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാ ദിവസവും എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കാണും, എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് ആ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യല്ലേ, സ്വന്തമൊന്നും അല്ലല്ലോ, ഇത്ര ആത്മാർത്ഥതയൊക്കെ വേണമെന്ന് ചോദിച്ചപ്പം, വേണം, ആരുടെ സ്ഥാപനമായാലും ശരി ജോലിയിൽ ആത്മാർത്ഥതയാണ് വേണ്ടത്. അപ്പോൾ ഒരു 4 ദിവസത്തെ കാര്യമല്ലേ ശ്രീകാന്ത്, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുമ്പം, നേരത്തെ പറഞ്ഞെങ്കിൽ ഞാനത് പ്രിപ്പയർ ചെയ്യായിരുന്നു, പെട്ടെന്ന് കയറി എന്നോട് പറഞ്ഞു ഞാനത് ചെയ്യാനെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നല്ലേ അമ്മ കൂപ്പൺ തന്നത്, ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന് 1 വർഷം മുന്നേ അപ്പോയിൻമെൻറ്റ് വാങ്ങാനൊക്കെ പറ്റുമെന്ന് വർഷ ശ്രീകാന്തിനോട് അന്നേരം ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ശ്രീകാന്തിൻ്റെ തോളയിൽ ചാരി കിടന്ന്, മാരേജിന് ശേഷം നമ്മൾ പുറത്ത് എവിടെയും പോയില്ലല്ലോ, അപ്പം അച്ഛമ്മയുടെ നാട്ടിൽ പോയതൊന്നും ശ്രീകാന്ത്, അവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ പോയത്, വീട്ടിലെല്ലാവരും ചേർന്നല്ലേ പോയത്, അപ്പോൾ ഞാൻ അവിടേക്ക് വന്നത് പൂർണ്ണ മനസ്സോടെ ഒന്നും അല്ല, ശ്രീകാന്ത് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം വന്നതാണെന്ന് പറഞ്ഞു. നമുക്ക് 2 പേർക്കും മാത്രമായിട്ടൊരു ടൂർ പോകണമെന്നൊക്കെ വർഷം ഇങ്ങനെ ശ്രീകാന്തിനോട് പറയുകയും ചെയ്തു. മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹണിമൂണിനൊന്നും പോയില്ലല്ലോ, ഇതൊരു ഹണിമൂൺ ട്രിപ്പ് ആവട്ടെ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ നിന്നെ എവിടെയും കൂട്ടിക്കൊണ്ട് പോകുന്നില്ല, അതിനെനിക്ക് വഴിയില്ല, അതല്ലേ, അതുകൊണ്ടല്ലേ നിൻ്റെ അമ്മ നിനക്ക് ഈ കൂപ്പൺ കൊണ്ടുവന്ന് തന്നത് എന്നൊക്കെ ശ്രീകാന്ത് അന്നേരം ചോദിക്കാം. നിന്നെയും കൂട്ടി എനിക്ക് എവിടെയും പോകാൻ കഴിയില്ല എന്ന് നിൻ്റെ അമ്മ പറയാതെ പറയുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം, ശ്രീകാന്തെ നമ്മളോട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സ്നേഹമുണ്ട്, നമ്മളുടെ കാര്യത്തിലോട്ട് ശ്രദ്ധയും ഉണ്ട്, അതുകൊണ്ടാണ് അമ്മ കൂപ്പൺ തന്ന് ടൂർ പോകാൻ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയണു. ശ്രീകാന്ത് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ അന്നേരം വർഷ ചോദിക്കുന്നുണ്ട്. പിന്നെ ഓസിന് ശ്രീകാന്തിനൊരു കൂപ്പൺ
കൂപ്പൺ തന്നതല്ലേ, വരാനല്ലേ നിന്നോട് പറഞ്ഞോളൂ, ക്യാഷ് വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വർഷ. ഓസിന് തന്നാൽ ഞാൻ ചിരിച്ചോണ്ട് വരുമെന്ന് നീ കരുതിയോന്ന് ശ്രീകാന്ത് ചോദിക്കുക. എന്നെക്കൊണ്ട് ചിലവ് ചെയ്യാൻ കഴിയില്ല എന്ന് നീ ഇപ്പം പറയാതെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ പറയുന്നതെല്ലാം ശ്രീകാന്ത് വേറെ മീനിങ്ങിൽ എടുക്കല്ലേ. ഞാൻ നല്ല മീനിങ്ങിൽ തന്നെ അതൊക്കെ എടുക്കുന്നത്. ആരുടെയും ഔദാര്യം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു വർഷയോട് ശ്രീകാന്ത്. നീ വേണമെങ്കിൽ തന്നെ ഓസിന് പൊക്കോളാൻ പറഞ്ഞു ശ്രീകാന്ത് ഇറങ്ങി പോവുക. അപ്പോൾ ശ്രീകാന്ത് അവിടെ നിൽക്ക് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് വർഷ പിടിച്ച് നിർത്തുമ്പോൾ നീ തനിയിരുന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വാതിൽ വളച്ച് ഇറങ്ങിപ്പോയി. എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ അവിടെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. ഈ സമയം പിന്നെ കാണിക്കും നമ്മുടെ സച്ചി കേട്ടോ. സച്ചി ഇങ്ങനെ ടെറസിൻ്റെ മേളിൽ കിടക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പ. അപ്പോഴാണ് നമ്മുടെ സുധി അങ്ങോട്ടേക്ക് തലയിലും പായൊക്കെ ആയിട്ട് കയറി വരുന്നത്. സച്ചിയെ കണ്ടു ഇവനെന്താ ഇവിടെ. ഇപ്പം സച്ചി ഇങ്ങനെ അടിമുടി നോക്കുക സുധിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പം നീ എന്താ ഇവിടെ എന്ന് സച്ചിയും ചോദിച്ചു. അത് പിന്നെ താഴെ മുറിയിൽ നല്ല ചൂട്, ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചോണ്ടാ എന്ന് പറഞ്ഞ സച്ചി. അപ്പം നിൻ്റെ മുറിയിലെ AC ഉണ്ടല്ലോ, പിന്നെന്താ. ഉള്ളിൽ കനലുള്ളവർക്ക് കാശ്മീരിൽ പോയാലും ചൂടായിരിക്കും. അല്ല, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് സച്ചിയോട് സുധി ചോദിച്ചു. എൻ്റെ മുറിയിൽ അച്ഛനും അമ്മയും കിടക്കുകയല്ലേ. അല്ല, നിനക്ക് ഹോളിൽ കിടക്കാറുന്നല്ലോ. ഹാളിൽ നല്ല ചൂടാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാകുമ്പോൾ മനസമാധാനത്തോടെ ഇവിടെ കിടക്കാവല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നതെന്ന് സുധി അന്നേരം പറയാം. പക്ഷെ നീ ഇവിടെയുള്ള കാര്യമേ എനിക്കറിയത്തില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പുറം കിടക്കാം, നീ അപ്പുറം കിടന്നോളാം സുധി. നമുക്ക് വേണമെങ്കിൽ നടുവിലൂടെ ഒരു കയറോ മറ്റോ വലിച്ചു കേട്ടാവെന്ന് പറഞ്ഞു. കയറി നിന്റെ കാലിലാണ് കെട്ടേണ്ടത്, ഓടിപ്പോകാതിരിക്കായിരുന്നു സച്ചി പറയുമ്പോൾ. എൻ്റെ സച്ചി, ഞാൻ നല്ല ചൂടിലാണ് കേട്ടോ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ഇറിറ്റേറ്റ് ചെയ്യരുത്, അത് രാത്രിയിൽ എന്നൊക്കെ സുധി പറഞ്ഞപ്പോൾ പോടാ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നാശം, എൻ്റെ ദൈവമേ, ചെകുത്താനും കടലിനും നടുക്കായി പോയല്ലോ, എന്നെ ഒന്ന് മുകളിലോട്ട് എടുക്കണേ എന്ന് പറഞ്ഞാൽ സുധി ഇങ്ങിക്കുക. രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല. എന്തൊരു വീട് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സുധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വല്ലാത്തൊരു ജാതകം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും അടക്കം നടക്കുക. കണ്ടക ശനിയാ, ഇത് എന്നെയും കൊണ്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധി നിൽക്കുമ്പോഴാണ് അടുത്ത ആൾ പായും തലേണയായിട്ട് വരുന്നത്. ആ ശ്രീകാന്തെങ്കിലും സമാധാനമായിട്ട് കിടപ്പുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുധി നോക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ നേരെ. എടാ, നീ ഒരു കയറും കൂടെ വലിച്ചു കെട്ടേണ്ടി വരും, ഓരോരുത്തരും കൂടെ വന്ന് നിൽപ്പുണ്ടെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. ചമ്മലുമായിട്ട് ശ്രീകാന്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പം, എടാ നിനക്കൊന്നും ഓർക്കുമില്ലേടേ എന്ന് നമ്മുടെ സുധി ശ്രീകാന്തിനോട് ചോദിച്ചു. എടാ, നീയൊക്കെ രണ്ടെണ്ണങ്ങളും കൂടെ ഒരുമിട്ട് ഇറങ്ങിയിരിക്കുകയാണോടേ, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ അപ്പം അവൻ്റെ മുറിയിൽ നല്ല ചൂടായിരിക്കും അല്ലേ എടാ എന്ന് സച്ചി. അതെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ 3 പേരും ടെറസിൻ്റെ മേൾ വരെ എത്തി. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് നേരെ ശ്രീകാന്ത് ഇവരോട് ചോദിച്ചു. ശ്രുതിയേട്ടൻ എന്താ അടി ഉണ്ടാക്കിയോ? അല്ലാതെ പിന്നെ ഞാനെന്തിനാടാ ഇവിടെ വന്ന് കിടക്കുന്നത്? അപ്പോൾ രേവതി എഴുതിയിട്ട് സച്ചിന് മഴക്കുണ്ടായോ? എന്തൊരു ചോദ്യമാണ് ഇത്. ഇവൻ വഴക്കടിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതമെന്ന് നമ്മുടെ സുധി ചിരിച്ചോണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ സച്ചു ഒരു നോട്ടം. അല്ല, നീ ഇപ്പം കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ, അതിന് മുമ്പ് തന്നെ നീ വഴക്കം തുടങ്ങിയോ എന്ന് ചോദിച്ചു ഈ സുധി. അപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല, വഴക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാമല്ലോ. കല്യാണം കഴിയുന്നത് വരെ നമ്മുടെ ഇഷ്ടത്തിന് സമാധാനത്തോടെ കഴിയാം. കല്യാണം കഴിഞ്ഞാൽ സമാധാനം ബസ് കയറി എങ്ങോട്ടെങ്കിലും പോകും എന്ന് സച്ചി പറയുമ്പം നഗ്ന സത്യം എന്ന് സുധി. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞ് 100% സത്യം. കല്യാണത്തിന് മുമ്പ് കണ്ട പെണ്ണിനെയല്ല കല്യാണ ശേഷം കാണുന്നത്. ഭാര്യയായി കഴിഞ്ഞതിന് ശേഷം ക്യാരക്ടർ ഫുൾ ചേഞ്ച് ആയെന്നും ഒരു സമാധാനം തരുന്നില്ലെന്നും നമ്മുടെ ശ്രീകാന്ത്. 100% എന്ന് സുധി. കല്യാണത്തിന് മുൻപ് നമ്മൾ എത്ര പേര് തെറ്റ് ചെയ്താലും ഇവർ ക്ഷമിക്കും. പക്ഷേ അതിനുശേഷം ഒരു ചെറിയ തെറ്റ് ചെയ്താലും ഇവരാരും നമ്മളോട് ക്ഷമിക്കത്തില്ല. ഉള്ള സമാധാനം മുഴുവനായിട്ട് നശിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സുധി പറയുമ്പോൾ, നിങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് ശേഷമുണ്ട്, എനിക്ക് കല്യാണത്തിന് ശേഷമേ ഉള്ളൂ. ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഓരോ ദിവസവും സ്വഭാവം മാറുന്നത്. അപ്പം എല്ലാം കണക്കാണല്ലേ എന്ന് സുധി. അതെ, രേവതി എടുത്തിയെ മാത്രം കുറ്റമൊന്നും പറയണ്ട. രേവതി എടുത്തി അങ്ങനെയൊന്നും അല്ല, സച്ചേട്ടൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കാണും, അതായിരിക്കും ഏട്ടത്തി വഴക്കടിച്ചതെന്ന് ശ്രീകാന്ത്. ഓഹോ, നിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണോ നീ നിന്റെ ഭാര്യ വഴക്കടിച്ചതെന്ന് ചോദിച്ചപ്പം, അല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞതിന് മനസ്സിലാവണ്ടേ. ഇത് തന്നെയാണ് എൻ്റെയും വിഷയം. കല്യാണത്തിന് മുൻപ് നമ്മൾ പറയാതെ തന്നെ അവർ നമ്മുടെ പല കാര്യങ്ങളും മനസ്സിലാക്കും. എന്നാൽ കല്യാണത്തിന് ശേഷമോ നമ്മൾ എന്തു പറഞ്ഞാലും ശരി, സബ്ജക്റ്റിലെത്ത ചൈനീസ് പടം കാണുപോലിരിക്കും. ചാൻ ചാൻ ചോൻ ചീൻ ചീങ്കി എന്നൊക്കെ പറഞ്ഞ സ്തുതി. എന്ത് പറഞ്ഞാലും അവർക്കത് മനസ്സിലാകത്തില്ല എന്നും. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സുധി ഇങ്ങനെ നിൽക്കുക. മാരേജിന് മുൻപുള്ള ലൈഫായിരുന്നു നല്ലതെന്ന് തോന്നുന്നു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ, നിൻ്റെയൊക്കെ തൊള്ളയുടെ മണ്ടയ്ക്കണം വെച്ച് തന്നാലുണ്ടല്ലോ, വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കാതെ കല്യാണം കഴിച്ചവളല്ലേടാ നീ കിട്ടണം നിനക്കതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചു പറഞ്ഞപ്പം, ഓടിപ്പോയി കല്യാണം കഴിച്ച അവന് മാത്രമല്ലല്ലോ, മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ച് നമുക്കും കിട്ടുന്നുണ്ടല്ലോ. മണ്ഡപത്തിൻ്റെ കാര്യത്തെപ്പറ്റി നീ മിണ്ടിപ്പോകരുതെന്ന് സച്ചു അന്നേരം സുധിയോട് പറഞ്ഞു. അപ്പം നീ ഓടിപ്പോയത് എനിക്ക് ഓർമ്മ വരുമെന്ന് പറഞ്ഞു. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ എന്ന് സുധി ചോദിക്കുമ്പോൾ, സച്ചേട്ടാ അതൊക്കെ വിട്ടുകളാം. പിന്നെ മറ്റു വിഷയങ്ങളിൽ നമ്മൾ വ്യത്യസ്തരാണെങ്കിലും ഈ വിഷയത്തിൽ നമ്മൾ ഒരുപോലെ ദുഃഖിതരല്ലേ എന്ന് ചോദിച്ചേ ശ്രീകാന്ത്. അപ്പോൾ കറക്റ്റാണെന്ന് സുധി. സച്ചിൻ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക.
അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടുപേർക്കും ഒന്ന് ശ്രുതി ചോദിക്കുക. പണ്ട് കുട്ടിക്കാലത്ത് ചില ദിവസങ്ങളിൽ രാത്രി അച്ഛനും അമ്മയും പൊരിഞ്ഞ വഴക്കായിരിക്കും. നമ്മൾ 3 പേരും കൂടി ഇവിടെ ടെറസിൽ വന്നിരുന്ന് സന്തോഷത്തോടെ ഓരോ കളികളൊക്കെ കളിച്ചിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ശ്രുതി തന്നെ തുറന്നു പറയുക. അപ്പോൾ എന്ത് രസമായിരുന്നല്ലേ അതൊക്കെ, ആലോചിക്കുമ്പോൾ തന്നെ കൊതിയാവുക എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരുന്ന് പറയുക. അപ്പം അതൊക്കെ കേട്ടപ്പോൾ അച്ഛനും അമ്മയും വഴക്കിടാൻ വേണ്ടി അന്ന് ശ്രുതിയായിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത്. അത് പിന്നെ ചെറിയൊരു മനസ്സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ശ്രുതി. അതെ, കളി കഴിഞ്ഞ് ഇവനിവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകും. ഞാനാണ് ഇവനെ എടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തിക്കൊണ്ടിരുന്നതെന്ന് നമ്മുടെ സച്ചി അന്നേരം പറയുക. അങ്ങനെ ഇവർ പഴയ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അതൊക്കെ ഒരു കാലം, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. ലൈഫ് ആകെ മാറിപ്പോയല്ലേ ഏട്ടാ, നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായല്ലേ ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുമ്പം അതേന്ന് സച്ചി ശ്രുതി ഒരുപോലെ പറയുവാണ്. എടാ, മുൻപൊക്കെ നീ വെള്ളം അടിക്കാറുണ്ടായിരുന്നല്ലോ, ഇപ്പം ഈ ഇടയായിട്ട് അടിക്കുന്നതൊന്നും കാണുന്നില്ലല്ലോ, എന്തു പറ്റിയെന്ന് ചോദിച്ചു സച്ചിയോട് ശ്രുതി. എന്തു പറ്റിയേട്ടാ? അപ്പോൾ വെള്ളം അടിച്ചാൽ മനസ്സിൽ മൂടി വെച്ചിരിക്കുന്ന ചില സത്യങ്ങളൊക്കെ പുറത്തു വരും, അതോ അടിക്കാത്തത്. സത്യമോ? ഏത് സത്യം? അപ്പോൾ ഏതോ ഒരു സത്യം, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു സച്ചി ശ്രുതിയോട്. ചോദിച്ചപ്പോൾ അവന് വലിയ ചാടാ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വർഷ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്നും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, മനസ്സെന്തോ പോലെയാ, 2 പെഗടിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞപ്പം എടാ, നമ്മുടെ പ്രശ്നങ്ങളൊന്നും പെഗടിച്ചാൽ തീരുന്നല്ലെന്ന് പറഞ്ഞു സച്ചി. പിന്നെ എന്താ അവരെ അടിക്കണമെന്ന് ചോദിച്ചു ശ്രുതി. അടിക്കാനേ അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നാൽ മതി, ശ്രുതിയേട്ടത്തിയെ കരാട്ടയൊക്കെ പഠിച്ചതാണെന്ന് പറഞ്ഞു, അടിച്ച ഷേപ്പ് മാറ്റി വിടുമെന്നും പറഞ്ഞു. എടാ, നിന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ വന്ന റൗഡികളെ രേവതി ഇഷ്ടിക കൊണ്ട് എറിഞ്ഞ് ഓടിച്ചത് ഞാൻ മറന്നിട്ടില്ല എന്ന് നമ്മുടെ സച്ചി അന്നേരം പറയാം. അയ്യോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കവളും തലയോടെ ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് രേവതിയെ പേടിയുണ്ടെന്നല്ലേ പറയാൻ വന്നത് എന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാണേ, പിന്നെ എന്ത് സംഭവിച്ചാലും പെണ്ണുങ്ങളെ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിക്കരുതെന്ന് ശ്രുതി. അതെ, അത് തന്നെ, അങ്ങനെയാണ് അച്ഛമ്മയും അച്ഛനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. പിന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കരുതെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഭാര്യമാരെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും വരട്ടും ഒക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിയും കളിയായിട്ട് നിൽക്കുക. ആര്, നീയോ? വാക്കുകൊണ്ടും നോട്ടം കൊണ്ട് വരട്ടുന്ന ആൾ നീയാണോ എന്ന് ചോദിച്ചു സച്ചി ശ്രുതിയോട്. എനിക്ക് ദേഷ്യം വന്ന് എന്നെ പേടിച്ചാൽ കിട്ടില്ലെന്ന് നിനക്ക് അറിയാലോ, എന്നെ ഭയങ്കര പേടിയുടെ അവൾക്ക്, നിങ്ങൾക്കൊന്നും അറിയത്തോണ്ടാ. ഞാനൊന്ന് തുറച്ച് നോക്കിയാ പേടിച്ച ശ്രുതിയുടെ 2 മുട്ടും ഇങ്ങനെ കൂട്ടി ഇടിക്കും. എന്നോടാ കളിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും ശ്രീകാന്തും കൂടെ ഒരു പണി ഒപ്പിച്ചു. അയ്യോ, ദേ ശ്രുതി എടുത്തി എന്താ ഇവിടെ? അയ്യോ, ഞാനേന്ന് പറഞ്ഞുകൊണ്ട് ജീവനും കൊണ്ട് ശ്രുതി ഇറങ്ങി ഓടാൻ നോക്കി. അപ്പം എടാടാടാ, ഇവിടെ എങ്ങും ആരില്ലടാ, നിന്റെ താനി നിറം മനസ്സിലായടാ. അവൻ പറഞ്ഞു അവളുടെ മുട്ടിടിക്കുമെന്ന്, പക്ഷെ അവളിതെല്ലാം കേട്ടെന്നോർത്ത് ഇവൻ്റെ മുട്ടിടിച്ചു എന്ന് പറഞ്ഞ് സച്ചി അന്നേരം അവനെ കളിയാക്കി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലായി, കാര്യങ്ങളായി. പിന്നെ ചിരിയും കളിയും ചേട്ടന്മാരുടെ ഓടിപ്പിടുത്തവും കയ്യപ്പിടുത്തവും കാലപ്പിടുത്തവും ഒക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് അവർ 2 പേരും കൂടി ഇരിക്കുക. അതിനുശേഷം ശ്രുതിയെ പിടിച്ച് ഇക്കിളിയൊക്കെ കൂട്ടുവാണ് നമ്മുടെ ശ്രീകാന്ത്. അങ്ങനത്തെ 3 പേരും ഈ കഥ തുടങ്ങിയിട്ട് ആദ്യമാണ് ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ 3 പേരും കൂടി ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ശ്രുതിയെ ഓട്ടോ ടിക്കിളി കൂട്ടുക. അപ്പോൾ ശ്രുതി സച്ചിയോട് രക്ഷിക്കടാ, എടാ സച്ചി എന്നെ രക്ഷിക്കണം, എനിക്ക് ശ്വാസം മുട്ടുന്ന ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ ഇവനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ 2 പേരും കൂടി ഓടുന്നു, ചാടുന്നു, പിന്നെ സച്ചിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ ഹാപ്പിയാണ്. ഈ സമയം പിന്നെ കാണിക്കുന്നത് രാവിലെ രേവതി അടുക്കളയിൽ, വൈകുന്നേരം അടുക്കളയിൽ രേവതി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വർഷം അങ്ങോട്ടേക്ക് വന്നു. അടുക്കളപ്പണി ഇതുവരെ തീർന്നില്ലേ, എന്താ ഉറങ്ങാത്ത? അപ്പോൾ ഉറക്കം വരുന്നില്ല വർഷയെ, ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കും വേണം ചേച്ചി എന്ന് പറഞ്ഞു വർഷ. അപ്പോൾ അതിനെന്താ തരാമല്ലോ ഒന്ന് രേവതി. അങ്ങനെ സച്ചിയും ശ്രീകാന്തും മുകളിലാണെന്ന് അറിയാതെ ഇവർ 2 പേരും അടുക്കളയിലിരുന്ന് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രേവതി ചായ ഉണ്ടാക്കി വർഷയ്ക്ക് കൊടുത്തു. അപ്പോൾ ശ്രീകാന്ത് എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന് ചായ വേണമെന്നും ചോദിച്ചു. അപ്പോൾ അതറിയണമെങ്കിൽ ടെറസിൻ്റെ മേളിൽ പോയി നോക്കണമെന്ന് വർഷ പറയുക. അത് കേട്ടപ്പം അവൻ ടെറസിലാണോ കിടക്കുന്നതെന്ന് ചോദിച്ചു. അതെ എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കും വല്ലാത്ത സങ്കടമായി. ഇവരുടെ 2 പേരുടെ ലൈഫ് ഒരുപോലെയാണല്ലോ എന്ന് ഓർത്തു. അപ്പോഴത്തേക്കും ചായ ഉണ്ടാക്കി വർഷയുടെ കയ്യിലേക്ക് രേവതി വെച്ച് കൊടുത്തു. അപ്പോൾ എന്താ നിങ്ങൾ തമ്മിൽ 2 പേരും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പം ഉണ്ടെന്ന് പറയുക. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. എനിക്കൊരു കട്ടൻ തരുമോ രേവതി എന്നും ചോദിച്ച്. തരാലോ എന്ന് പറഞ്ഞ് രേവതി അവിടെ ഇരുന്ന് എടുത്ത് ഊറ്റി ശ്രുതിക്കും കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇരുന്ന് കുടിക്കുക കേട്ടോ. ഇങ്ങനെ 3 പേരും അടുക്കളയിൽ ഇരിക്കുന്നു. രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് എപ്പോഴും വഴക്കുണ്ടാക്കും, അത് നമുക്കറിയാം. എന്നാൽ ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് വളരെ സോഫ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹമായിട്ട് എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം സ്വഭാവത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ടാക്കാം, എന്നാൽ ചില കാര്യങ്ങളിൽ എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെയാണെന്നും
പിന്നെ അതാ ഒരിക്കലും മാറ്റാൻ പറ്റുന്നതല്ലെന്നും ശ്രുതി പറഞ്ഞു. യു ആർ റൈറ്റ് ചേച്ചി, കല്യാണം കഴിഞ്ഞ ആണുങ്ങളൊക്കെ ടോട്ടലി ചേഞ്ച് ആവുകയാണെന്ന് നമ്മുടെ വർഷ പറഞ്ഞു. എക്സാക്ട്ലി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും നിൽക്കുന്നു. കല്യാണത്തിന് മുൻപ് ഞാൻ എന്ത് പറഞ്ഞാലും ശ്രുതി കേൾക്കുമായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് പറഞ്ഞാലും നീ എന്നെ കൺട്രോൾ ചെയ്യാനോ ടോർച്ചർ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ച് കയർക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിയാ, മാരേജിന് മുൻപ് നമ്മൾ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ വായിലൂടെ പാലും തേനും ഒക്കെ ഒഴുകുമെന്നൊക്കെ പറഞ്ഞു. നമ്മളോടുള്ള പ്രണയം അത് നിറഞ്ഞൊഴുകുന്നത് പോലെ അവരുടെ സംസാരം എന്നൊക്കെ. അപ്പോൾ രേവതി ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുക. കല്യാണത്തിന് ശേഷം എല്ലാം ഡിമ്മായി, പാലുമില്ല തേനുമില്ല ഒന്നുമില്ല. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ഭർത്താക്കന്മാരെ കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും ഒക്കെ അറിയാമല്ലേ എന്ന് രേവതി. എന്നാൽ കല്യാണത്തിന് ശേഷം മാത്രമേ എനിക്ക് സച്ചേട്ടനെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം രേവതി അന്നേരം പറയാം. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഓരോ ദിവസവും ഓരോ സ്വഭാവമാണ് സച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ശരിയാ ചേച്ചി പറഞ്ഞത്, ഞങ്ങളെക്കാളും മോശം അവസ്ഥയിലാണ് ചേച്ചി മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് വർഷ അന്നേരം രേവതിയോട് പറയൂ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ല ശ്രീകാന്ത് നല്ലവനാണല്ലോ, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ, നിന്നെ ഒന്നും അവൻ പറയാറുമില്ലല്ലോ, പിന്നെന്തിപ്പോൾ പുതിയ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് എന്തറിയാം, ശ്രീകാന്താണോ നല്ലവൻ എന്ന് വർഷ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. പറയുന്നതിന് ഏത് കാര്യത്തിന് മറ്റർത്ഥം കാണും. ചെറിയ കാര്യത്തിന് പോലും വാശി, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും, എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ അങ്ങനെയാണോ? പിന്നെ അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. പിന്നെ ഇപ്പം ശ്രുതിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ശ്രുതി ചെയ്താലും ഞാൻ ശ്രുതിയോട് സോറി പറയേണ്ട സ്ഥിതിയാണെന്ന് ശ്രുതിയും പറഞ്ഞു. അപ്പോൾ ഞാൻ അത് രാവിലെ എഴുന്നേറ്റ് പൂ മേടിക്കാൻ മാർക്കറ്റിൽ പോകും, തിരികെ വന്ന് പൂമാല കെട്ടും, അത് നൽകാനായിട്ട് കടകളിലും വീടുകളിലും ഒക്കെ പോകും, പിന്നീട് പൂക്കടയിൽ നിൽക്കും, ക്ഷേത്രത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യും, സന്ധ്യയ്ക്ക് വീട്ടിലെത്തും. പിന്നെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പം ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമായിരുന്നെന്ന് പണ്ടത്തെ കാര്യങ്ങൾ നമ്മുടെ രേവതി പറയാം. അതൊക്കെ എന്ത് രസമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ ഡബ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ പോകും, പിന്നെ റെസ്റ്റോറൻറ്റ്, ഷോപ്പിംഗ് മാള്, പല ദിവസങ്ങളിലും മൂവി കാണാൻ പോയിട്ട് ലേറ്റ് ആയിട്ട് വീട്ടിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞ് വർഷ. എൻ്റെ അച്ഛനും അമ്മ എന്നെ ഒന്നും പറയാറിരുന്നില്ല, എന്നെ ചോദ്യം ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ശ്രുതി ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മാരേജിന് മുൻപ് എന്ന് ചോദിച്ചു കേട്ടോ വർഷ. അത് പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ശ്രുതി ഒരു ഒഴുക്കമട്ടിൽ അങ്ങ് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ കല്യാണത്തിന് ശേഷം ഞാൻ കിട്ടുന്ന പൂമാല പോലെയാണ് പലരുടെയും ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞതൊക്കെ സത്യമെന്ന് പറഞ്ഞു വർഷ. അങ്ങനെ അവർ 3 പേരും കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവർ 3 പേരും പിണങ്ങിപ്പോയത് ഒരു കണക്കിന് നന്നായി, നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് വർഷ ചോദിക്കാം. നമുക്കിടയിലെ ഇതൊക്കെ ഒരു ബോണ്ടിങ് ആയിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.